ഇവിടെ ഒരു ഡ്രൈനേജ് കൂടെ വരുന്ന ഒരു ഭാഗമാണ് ഈ റോഡിന്റെ ഉള്ളിലൂടെ ആ ഭാഗത്തു നിന്നുള്ള വെള്ളം ഇങ്ങോട്ട് വരുന്ന ഒരു ജംഗ്ഷൻ പോലെയുള്ള ഒരു ഭാഗമാണ് കാണാൻ ഈ ഡ്രൈനേജ്. ഇങ്ങനെയുള്ള പൈപ്പിലൂടെയാണ് വെള്ളം ഒഴുക്കി വിടുന്നത്. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. NH66 വർക്കുകൾ വളരെ നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും നടക്കുന്നുണ്ട്. തൊണ്ടയാട് മുതൽ മലാപ്പറമ്പ് വരെയുള്ള പുതിയ കാഴ്ചകളാണ് നമ്മൾ നോക്കുന്നത്. ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് കോഴിക്കോട് ഹൈലൈറ്റ് മാളിൻ്റെ അടുത്ത് ബൈപ്പാസിൽ വരുന്ന ഹൈലൈറ്റ് മാളിൻ്റെ ഭാഗത്ത് ഒരു ബിൽഡിങ് അപകടമായിട്ടുള്ള രീതിയിൽ റോഡ് വർക്കിൻ്റെ ഭാഗമായിട്ട് സർവീസ് റോഡിൻ്റെ ഭാഗത്ത് മണ്ണെടുത്തതുകൊണ്ട് അപകടാവസ്ഥയിലൊക്കെ നിൽക്കുന്നുണ്ട്. ആ ഭാഗത്തുള്ള കാഴ്ചകൾ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് നമുക്ക് മലാപ്പറമ്പ് ഭാഗത്തേക്ക് പോവാം. ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ ചെറിയ രീതിയിലൊക്കെ നടക്കുന്നുണ്ട്. ഈ മുന്നോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ജംഗ്ഷൻ പോലെയാണ്. ഇങ്ങനെയുള്ള ഭാഗത്തൊന്നും ഇവർ ക്രാഷ് ബാരിയറിൻ്റെ വർക്കൊന്നും നടന്നിട്ടില്ല. പിന്നെ നമ്മുടെ തൊണ്ടയാട് ഭാഗത്തുനിന്ന് ഹൈവേയിലേക്ക് കയറി വരുന്ന ഒരു ജംഗ്ഷനും കൂടെയാണ് ഈ ഭാഗം. അപ്പോൾ ഇവിടെ വർക്കുകളൊന്നും ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തുള്ള കാഴ്ചകൾ കണ്ടതിന് ശേഷം ഫ്ലാറ്റിൻ്റെ ഭാഗത്തുള്ള കാഴ്ചകൾ കണ്ടതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇതാണ് ഫ്ലാറ്റ് ഹൈലൈറ്റിൻ്റെ ഫ്ലാറ്റ്. നമ്മൾ ഇവിടെയൊക്കെ വർക്ക് കഴിഞ്ഞ വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇതാ സർവീസ് റോഡാണ്. ഈ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ടുള്ള ഭാഗത്തൊക്കെ കണ്ടില്ലേ, മണ്ണിട്ട് ഇവിടെ താൽക്കാലികമായിട്ട് നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഹൈവേ 3 വരി ഹൈവേൻ്റെ ഭാഗത്ത് 2 വരിയായിട്ട് മാറിയിട്ടുണ്ട്. ആ ഭാഗം കാണാം. വാഹനങ്ങളൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് വരുന്നത് ഇങ്ങോട്ട് ഹൈലൈറ്റിൻ്റെ ഉള്ളിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ ഈ സൈഡിലുള്ള മണ്ണെടുത്ത് മാറ്റുമ്പോൾ ഈ ഫ്ലാറ്റിനൊക്കെ ഒരു അപകടം വരുന്ന രീതിയിലൊക്കെയാണ്. കുറച്ച് ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്ക് ബാക്കിയുണ്ടായിരുന്നു. ഡ്രൈനേജിൻ്റെ വർക്കാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ കാണാം. ഇതിൻ്റെ മുകളിൽ സ്ലാബ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അതിന് വേണ്ടിയുള്ള ഷീറ്റുകളൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് ഷീറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മെറ്റലൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് JCB ഇവിടുന്ന്. കാരണം ഇപ്പോൾ അവിടുന്ന് ഇങ്ങനെ കമ്പിൻ്റെ അതിൻ്റെ കോൺക്രീറ്റ് ചെയ്ത ഭാഗത്തു നിന്നുള്ള മെറ്റലൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഇനി ആ ഭാഗത്തൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ആ ഭാഗത്ത് ഞാൻ കുറച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ കാണാം ഡ്രൈനേജിൻ്റെ വർക്ക് കുറച്ച് ഭാഗത്ത് വിട്ടു പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ താഴ്ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഭാഗത്തുനിന്ന് വെള്ളമൊക്കെ അടിച്ച് ഒഴിവാക്കാണ്. ഇവിടെ ഒരു ഡ്രൈനേജ് കൂടെ വരുന്ന ഒരു ഭാഗമാണ്. ഈ റോഡിന്റെ ഉള്ളിലൂടെ ആ ഭാഗത്തു നിന്നുള്ള വെള്ളം ഇങ്ങോട്ട് വരുന്ന ഒരു ജംഗ്ഷൻ പോലെയുള്ള ഒരു ഭാഗമാണ് കാണാൻ. ഈ ഡ്രൈനേജിന്റെ ഭാഗത്ത് ഇങ്ങനെ ജോയിന്റ് ചെയ്യണേ. അപ്പൊ ഇവരിവിടെ ചെയ്തുകൊണ്ട് കാണാം. നമുക്ക് ആ നേരത്തെ ഞാൻ കാണിച്ച ആ തോട്ടിലൂടെ വരുന്ന വെള്ളം അവിടെ ഇങ്ങനെ ഒരു പുതുതായിട്ടൊരു പൈപ്പൊക്കെ കൊടുത്തിട്ട് ആ പൈപ്പിലൂടെ അങ്ങോട്ട് കടത്തി വിടണേ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള വെള്ളം അവര് മോട്ടർ അടിച്ച് ഒഴിവാക്കണേ. ഇവിടെ കാണാം വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കാണാം നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ വരുന്ന ഭാഗത്തൊക്കെ അവർ ചാക്കൊക്കെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാലും വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇനി കോൺക്രീറ്റ് ചെയ്യാൻ ഈ വെള്ളത്തിൽ കോൺക്രീറ്റ് ചെയ്ത് അതുപോലെ ബോക്സ് ആക്കിയിട്ട് കോൺക്രീറ്റ് ഇങ്ങനെ ഡ്രൈനേജിൻ്റെ വർക്ക് ചെയ്യാനുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടേക്ക് വരുമ്പോഴും അതുപോലെ തന്നെയാണ്. അവിടെ ഒരു കുറച്ച് ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവാത്തുണ്ടായിരുന്നു. ആ ഭാഗത്ത് അവർ വെള്ളമൊക്കെ അടിച്ച് ഒഴിവാക്കുന്നുണ്ട്. ഇതുപോലെ ചെറിയ ഇറ്റാച്ച് ഉപയോഗിച്ച് മണ്ണുകളൊക്കെ മാറ്റി കൊടുത്ത് അത് ജോയിന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ട് പോയി നോക്കാം. ജലദോഷം പിടിച്ചേക്കണേ, അതുകൊണ്ടാണ് ഇങ്ങനെ മൂക്ക് വലിക്കുന്നൊക്കെ സൗണ്ട് വരുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ബൈക്കൊക്കെ ഈ റോട്ടിൽ തന്നെ നിർത്തി വെച്ച് കാണാം. ഇവിടെ ഒരു കോളേജ് ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ അടുത്ത് ആയതുകൊണ്ട് റോട്ടിൽ തന്നെയാണ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാണാം. ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെയും കുറേ കംപ്ലീറ്റ് ആവാനുണ്ട് വർക്കുകൾ. അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ടുള്ളത് നോക്കാം. ഇങ്ങനെയുള്ള പൈപ്പിലൂടെയാണ് വെള്ളം ഒഴുക്കി വിടുന്നത്. ഇവിടെ കണ്ടില്ലേ, വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള മെറ്റലും എംസാൻഡൊക്കെ ഇവിടെയാണ് കൂട്ടിയിട്ടുള്ളത്. പകുതി ഭാഗത്തൂടെയാണ് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത്. ഈ ഭാഗത്തൊക്കെ ഇനിയും വർക്കുകൾ ഫുള്ളായിട്ട് ആയിട്ടില്ല. കുറേ വർക്കുകൾ ചെയ്യാനുണ്ട്. നമ്മുടെ മലപ്പുറം ജില്ലേൻ്റെ ഭാഗത്താണ് കൂടുതൽ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ കൂരിയാട് ഭാഗത്താണ് പൊട്ടിപ്പോയത്. കൂരിയാട് ഭാഗത്ത് ഞാൻ വീഡിയോ ചെയ്തിട്ട് കുറേ ആയിട്ടുണ്ട്. എല്ലാ ദിവസവും ഓരോ യൂട്യൂബർമാരും അവിടെ വന്ന് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ബാക്കിലോട്ടാണ് നിന്നാണ്. ഇവിടെ കാണാം നമുക്ക്
മണ്ണ് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. ഈ സൈഡിൽ വരുന്ന ഈ ഭാഗത്തൊക്കെ മെറ്റൽ ചെയ്ത് ക്ലിയർ ആക്കുന്നുണ്ട്. ഇവിടെ ഒരു ബോർഡൊക്കെ കൊടുത്ത് കാണാം, വടകര 48. അപ്പോൾ ഇവിടെ പുതുതായിട്ട് വീണ്ടും ഇവർ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് സ്ലാബ്. ആ ഭാഗം കാണാം. ഇനി കുറച്ച് ഭാഗം മാത്രമാണ് അവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കിനി കുറച്ച് മുന്നോട്ട് പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ എന്താ നോക്കാം. നല്ലൊരു ക്ലൈമറ്റ് ആണ് ഈ ഭാഗത്തൊക്കെ. നമ്മുടെ മലപ്പുറം ജില്ലേൻ്റെ ഭാഗത്തൊക്കെ വരുന്ന സമയത്തൊക്കെ നല്ല മഴയായിരുന്നു. കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഇവിടെ പത്തരപ്പാലോ അങ്ങനെ എന്തോ ഒരു പേരുള്ള ഒരു ജംഗ്ഷൻ ഉണ്ടല്ലോ. ഞാൻ അങ്ങോട്ട് എടുത്തെത്തിയാൽ എനിക്ക് കറക്റ്റ് പേര് ഓർക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഇപ്പോഴും ഇതുപോലെയാണ് ഹൈവേൻ്റെ ഒരു അവസ്ഥയാണ്. പുതിയ ഹൈവേൻ്റെ വർക്ക് കഴിഞ്ഞിട്ടും ഇങ്ങനെ ഇവിടെ ടോളും മേൽപ്പാലും അണ്ടർപാസും ഒന്നും കൊടുക്കാത്തതുകൊണ്ട് ഇവിടെ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ കടന്നു പോവുകയാണ്. പനത്തുത്തായം എന്നാണ് ഇങ്ങോട്ട് പറയുക. ഇവിടെ ഇപ്പോഴും ഇങ്ങനെ ഒരു ജംഗ്ഷൻ പോലെയാണ്, ഒരു മാറ്റവും ഇല്ല. ഇവിടെ സൈഡിൽ ഇപ്പോൾ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. കാരണം നമുക്ക് വർക്കേഴ്സ് ഇവിടെ പോലീസിനെ നിർത്തിയിട്ട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിടുകയാണ്. ഇവിടെ ഇതുവരെയൊക്കെ ഒരു ഓവർപാസും അണ്ടർപാസിൻ്റെ ഒരു പ്ലാനിങ് പോലും നടക്കുന്നതായിട്ട് കാണുന്നില്ല. ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് ഈ ഭാഗത്തേക്കൊക്കെ അതാ ഇങ്ങനെയാണ് കോൺക്രീറ്റ് ചെയ്തത്. കണ്ടില്ലേ? ഇവിടെ എത്ര സ്പീഡ് വരുന്ന വാഹനങ്ങൾ ഇവിടെ നിന്ന് നിർത്തേണ്ടി വരും. ഇവിടെ ഇങ്ങനെ ഒരു ജംഗ്ഷനായി മാറിയിട്ടുണ്ട്. ഈ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ വാഹനങ്ങളൊക്കെ ഈ സർവീസ് റോഡിലൂടെ പോകുന്ന വാഹനങ്ങളായി മാറുമെന്ന് തോന്നുന്നത്. അവിടെയൊക്കെ പോയിട്ട് വാഹനങ്ങൾ മലാപ്പറമ്പ് പോയിട്ടൊക്കെ പോകുന്ന ഭാഗത്തൊക്കെ പോയിട്ട് തിരിക്കേണ്ടി വരും. ഇവിടുന്ന് ഇപ്പോൾ ഈ കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾ. അപ്പോൾ ഇവിടെ വലിയൊരു ബ്ലോക്ക് തന്നെയാണ് എല്ലാ സമയത്തും. ഹൈവേയിൽ പോകുന്ന വാഹനങ്ങൾ കൂടുതൽ ഈ വഴി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടെ അല്ല. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് മലാപ്പറമ്പ് ഭാഗത്തേക്ക് പോയി നോക്കാം. കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഇതാ ഇവിടെ കാണാം പുതുതായിട്ട് ഈ ക്രാഷ് ബാരിയറിനൊക്കെ പെയിന്റ് അടിച്ച കുറച്ച് ഭാഗം ഇവിടെ ജോയിന്റിങ് കാണുന്നുണ്ട്. ഇത് ജോയിന്റിങ് ചെയ്ത് സിമെന്റ് ഒന്നും ചെയ്ത് കാണുന്നില്ല. ഇവിടെ ഈ പുതുതായിട്ട് കാണുന്ന ഇതാണ് ഫൈബറിന്റെ ഈ സംഭവങ്ങളൊക്കെ വെച്ച്. ഇതൊക്കെ ഞാൻ വന്നതിൻ്റെ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മളിവിടെ വീഡിയോ ചെയ്തതിന് ശേഷം പുതുതായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്. കുറേ ആയി ഇങ്ങോട്ട് വന്നിട്ട്. അപ്പം മലാപ്പറമ്പ് ഭാഗത്ത് വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ നിങ്ങൾ മറ്റു ചാനലിലൊക്കെ കണ്ടു കാണും. ഇവിടെയാണ് ഇവർ വർക്കേഴ്സ് കമ്പിയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്ന ഒരു ഭാഗം കൂടാണ്. കുറച്ചുകൂടെ വെന്നുകെട്ട് വരുമ്പോൾ ഈ ഭാഗത്തും ഇതുപോലെ തന്നെയാണ്, മാറ്റങ്ങളൊന്നുമില്ല. ഇവ മാസങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ക്രാഷ് ബാരിയർ ഇങ്ങനെ കമ്പികളൊക്കെ തുരുമ്പെടുത്ത് കഴിഞ്ഞു. ഇതൊക്കെ വളരെ സിമ്പിൾ വർക്കാണ്. ഇത് എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇവർ തീർക്കാത്ത അറിയില്ല. ഇവിടെ ഈ കുറച്ച് ഭാഗത്തൊക്കെ റോഡ് താഴ്ന്നു പോയിന്ന് ഇവിടെ കാണാൻ ലൈൻ മാർക്കിംഗ് ഒക്കെ ഇവിടെ അവസാനിച്ച പോലെ കണ്ടില്ലേ? അവിടെ നിന്ന് അങ്ങോട്ടാണ് ലൈൻ മാർക്കിംഗ് ഉള്ളത്. ഇവിടെ ഇങ്ങനെ ഈ ഭാഗത്ത് ലൈൻ മാർക്കിംഗ് ഇല്ല. ഇവിടെ റോഡ് താഴ്ന്നു പോയിന്ന്. ഇവിടെ ഇപ്പോഴും ചെറിയൊരു വിള്ളലൊക്കെ കാണുന്നുണ്ട്. അതിനുശേഷം ഇവിടെ റീവർക്കൊക്കെ ചെയ്തതാണ്. കമ്പികളൊക്കെ ഇതുപോലെ കിടക്കുകയാണ്. കുറേ ചെളി പിടിച്ച് കച്ചറ പിടിച്ച് കുപ്പിയൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. ഇവിടെ ഒന്നും ഒരു മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. സർവീസ് റോഡിൻ്റെ ഭാഗത്ത് കുറച്ച് ഭാഗത്തൊക്കെ ഫസ്റ്റ് കോട്ട് ടാറിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഡ്രൈനേജ് കുറച്ച് വലിപ്പം കൂടിയതായതുകൊണ്ട് അത്യാവശ്യം വീതിയൊക്കെ ഉള്ള ഒരു സർവീസ് റോഡ് തന്നെയാണ് ഇവിടെ. അപ്പോൾ മുന്നോട്ട് നോക്കാം. മലാപ്പറമ്പ് എത്തുന്നതിന് മുന്നേ വരുന്ന ഒരു ജംഗ്ഷനായിരുന്നു ആദ്യത്തെ. ഇപ്പോഴും ഇതുപോലെ കിടക്കുകയാണ്. ഇവിടെ സെൻറ്ററിൽ ക്രഷ് ബാരിയറുകളൊന്നും വെച്ചിട്ടില്ല, അതുപോലെ കിടക്കുകയാണ്. വാഹനങ്ങൾ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടക്കുന്നുണ്ട്. അവിടെ ഒരു അണ്ടർപാസ് ഒക്കെ ഉണ്ട്. അണ്ടർപാസിലൂടെ അപ്പുറത്തുനിന്ന് വരുന്ന അപ്പോൾ ആ ബസ്സൊക്കെ പോകുന്ന ഭാഗത്ത് അണ്ടർപാസിൻ്റെ ഉള്ളിലൂടെ ഇങ്ങോട്ട് തിരിച്ചു വരാം.
പക്ഷേ ഇവിടെ ക്രാഷ് ബാരിയറിന്റെ വർക്കുകളൊന്നും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. മാസങ്ങളായിട്ടും വർക്കുകളിൽ ഇവിടെ ഈ ഭാഗങ്ങളിൽ ഇങ്ങനെയുള്ളതൊന്നും പുരോഗതി ഇല്ല. കണ്ടില്ല, വാഹനങ്ങൾ കിടക്കുന്നത് ഇത്രയും സ്പീഡിൽ വരുന്ന വാഹനങ്ങൾ വരുന്ന സൈഡിലൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാഹനങ്ങൾ കിടക്കുന്നത്. ഇവിടെ നോക്കാനൊന്നും ഒരാളൊന്നുമില്ല. നേരത്തെ നമ്മൾ കണ്ട ഭാഗത്തൊക്കെ ഒന്നോ രണ്ടോ പോലീസുകാരൊക്കെ നിന്നിട്ടൊക്കെയാണ് നോക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒന്നും ഇവിടെ കൊടുത്തിട്ടൊന്നുമില്ല. അപ്പൊ നമുക്കിനി മലാപ്പറമ്പ് ജംഗ്ഷനില് വർക്കുകളൊക്കെ എന്തായിന്ന് പോയി നോക്കാം. അവിടെയൊക്കെ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. താഴെ ഭാഗത്ത് ഹൈവേന്റെ ഭാഗത്ത്, മുകളിലൊക്കെ എന്താണ് സർവീസ് റോഡിന്റെ ഭാഗത്ത് നോക്കാം. അപ്പൊ മലാപ്പറമ്പ് ജംഗ്ഷനിൽ പോകുന്ന ഈ വഴിയിലേക്ക് വരുന്ന ഈ ഭാഗത്തുള്ള സർവീസ് റോഡാണിത്. സർവീസ് റോഡിന്റെ ഭാഗമൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇതുവഴി കടന്ന് പോകുന്നില്ല വാഹനങ്ങളൊന്നും. ഇവിടെ കണ്ടില്ലേ, ഇവിടെ വരെയാണ് സർവീസ് റോഡ് ഇങ്ങനെ കെട്ടിയിട്ടുള്ളത്. അവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്തേക്ക് സർവീസ് റോഡില്ല. ഇതിവിടെ ഈ വഴിയാണ് വരിക. അവിടെ നേരത്തെ നമ്മൾ കണ്ട ജംഗ്ഷനിൽ ഇതുവഴി ഇങ്ങനെ കടന്നു വന്നിട്ടുള്ള ഒരു രീതിയിലാണ് ഇവിടെ സർവീസ് റോഡ് വന്നിട്ടുള്ളത്. ഇവിടെയൊക്കെ സർവീസ് റോഡിന്റെ ഭാഗമായിട്ട് വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ വീതി കുറച്ച് കുറവായിട്ട് തോന്നുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെയൊക്കെ വളരെ കുറവായിട്ട് വീതി തോന്നുന്നുണ്ട്. ഡ്രൈനേജ് കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ട്. പല ഭാഗത്തും പല രീതിയിലാണ് കൊടുക്കുന്നത്. ചില ഭാഗത്ത് നല്ല വീതി, ചില ഭാഗത്ത് വളരെ വീതി കുറവ്. ഈ ഭാഗത്തായിരുന്നു റോഡ് കുറച്ച് താഴ്ന്നു പോയൊക്കെ ഒരു വാർത്തകളൊക്കെ നമ്മൾ ചാനലിലൊക്കെ കേട്ടിരുന്നത്. അപ്പൊ താഴ് ഭാഗത്തൊക്കെ അടിപൊളിയായിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. വാഹനങ്ങൾ നല്ല രീതിയിൽ പോകുന്നത് കാണാം. അവിടെ ഓവർപാസിന്റെ മുകളിലൂടെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടന്നു പോകുന്ന കാണാം. അതാണ് ആ സൈഡിലുള്ള സർവീസ് റോഡ്. ഇത് പഴയ ജപ്പാൻ കുടിവെള്ള പദ്ധതിന്റെ പൈപ്പ് എടുത്തു മാറ്റിയതാണ്. പഴയ പൈപ്പ് ഇവിടുന്ന് എടുത്തു മാറ്റിയത് അവിടെ എടുത്തു വെച്ചതാണ്. ഇപ്പോഴും അതുപോലെ അവിടെ കിടക്കുന്നുണ്ട്. ആ സൈഡിലൊക്കെ ഇനി സോയിൽ ലീനിങ്ങിന്റെ വർക്കുകളൊക്കെ വരാനുണ്ട് തോന്നുന്നു. എന്നാൽ മാത്രം ആ സൈഡിലുള്ള സർവീസ് റോഡ് കംപ്ലീറ്റ് ആവുള്ളൂ. ഇവിടെ ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഭാഗത്ത് തോന്നുന്നു. ഇവിടെ കണ്ടില്ലേ, ടാറിങ് ഒക്കെ ഉണ്ട്. പഴയ റോഡാണ് തോന്നുന്നത്. പഴയ റോഡാണ് തോന്നുന്നത്. അതെ, ഞാൻ അറിയേണ്ട പോലെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താ. ഇത് അറിയാത്തോണ്ട് പറഞ്ഞതാണ്. പഴയ റോഡാണെന്ന് തോന്നുന്നത്. ഇവിടെ ഡ്രൈനേജിന്റെ വർക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഈ വഴിയുള്ള വണ്ടികളൊക്കെ പോകുന്നതൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇവിടെ കോൺക്രീറ്റ് ഇങ്ങനെ മണ്ണിൽ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഡ്രൈനേജിന്റെ വർക്ക് ഇനി ചെയ്യാനുള്ളത്. അപ്പൊ ജംഗ്ഷന്റെ ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഇവിടെ ലൈറ്റിന് വേണ്ടിയിട്ടുള്ളത് കണ്ടില്ല, അടിപൊളിയായിട്ട് വർക്ക് കഴിഞ്ഞ്. പുതിയ ഒരു പെയിന്റിംഗ് ഒക്കെ ചെയ്ത പോലെ തോന്നുന്നുണ്ട്. നല്ലൊരു ക്ലിയർ ഇവിടുന്ന് നോക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഈ ജംഗ്ഷന്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡും തുറന്നു കൊടുത്തിട്ടില്ല. ആ ഭാഗത്തേക്കുള്ള സർവീസ് റോഡും ഇതാണ്. ഓവർപാസിന്റെ മുകളിൽ നിന്നുള്ള ഒരു കാഴ്ച. ഇവിടെ സർവീസ് റോഡിന്റെ ഭാഗത്തുള്ള ഡ്രൈനേജിന്റെ വർക്കാണ് നടക്കുന്നത്. ഇങ്ങോട്ട് നോക്കാം നമുക്ക്. ഇതാണ് കണ്ണൂർ ഭാഗത്തേക്കുള്ള ഒരു ഭാഗം. ഇവിടെയൊക്കെ ട്രാഫിക് പോലീസിനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഡ്രൈനേജിന്റെ വർക്ക് ഇവിടെ നടക്കുന്നത് കാണാം. അങ്ങോട്ടൊക്കെ ഡ്രൈനേജിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നേരത്തെ ഒരു വീഡിയോ എടുക്കാൻ വന്ന സമയത്തൊക്കെ അവിടുന്ന് ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരു രീതിയിലായിരുന്നു. അവിടെയൊക്കെ അടച്ചു വെച്ചൊക്കെയായിരുന്നു. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ബൈക്കിനൊക്കെ പോകുന്ന രീതിയിലേക്ക് ആയിണേ.
ഇതുവഴിയൊക്കെ ബൈക്കിനൊക്കെ പോകാൻ പറ്റും. അപ്പോൾ ഇനി ഇവിടെ ഡ്രൈനേജ് അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ചെയ്യാനുണ്ട്, അവിടം വരെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ റോഡിൻ്റെ ക്രോസ് ചെയ്തിട്ട് പോകാനുള്ളതാണ് ഡ്രൈനേജ്. അതിങ്ങനെ ബോക്സ് ടൈപ്പ് ആയിരിക്കും, അങ്ങനത്തെ ഡ്രൈനേജ് ആകാരം കൊടുക്കുക. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. ഇതാണ്, ഇവിടുന്ന് കൂടെ ഒന്ന് കാണിക്കാം. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.